ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ നമ്പർ 3 മാട്രിസസ് ആണ്. അത്യാവശ്യം നല്ല ഒരു ചാപ്റ്ററാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷേ എന്ത് ചെയ്യാം, പെട്ടെന്ന് നിങ്ങളുടെ തെറ്റ് വരാൻ സാധ്യതയുള്ളൊരു ഏരിയയും കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഇത് ശ്രദ്ധിച്ച് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാകുക, ആ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാകുക. അപ്പോൾ ഇതൊരു പ്രത്യേക നൊട്ടേഷനിൽ വരുന്നതാണ്. മാത്സിൽ തന്നെ ഹ്യൂജ് ബ്രാഞ്ച് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, മെട്രിസസ് എന്ന് പറയുന്നത്. മെട്രിസസ് ആദ്യമായിട്ട് മാത്സിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു സംഭവമാണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഡിഗ്രി ഒന്നും ഇല്ലാതെ നോർമലായിട്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതുകയാണ്. ഫോർ എക്സാമ്പിൾ 2x + 4 = 3 എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ 2x + 9 = 7x. അങ്ങനെ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ AX ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ്റെ അതെങ്ങനെയാണ്, AX + BY = C, അല്ലെങ്കിൽ AX + BY + C = 0. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ജനറൽ ലീനിയർ ഇക്വേഷൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. അതാണ് മെയിനായിട്ട് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് മാട്രിസസ് എന്നൊരു സംഭവം മാത്സിലേക്ക് ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്യാൻ കാരണം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അത്തരത്തിലൊരു സംഭവം മാത്സിൽ വന്നപ്പോൾ അതിന് അപ്ലിക്കേഷൻസ് വേറെ ഒരുപാട് ലെവലിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റി, കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് മാത്സിൽ വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസിനെയും അല്ലെങ്കിൽ വേറെ ഒരുപാട് ബ്രാഞ്ചസിനെയും എന്ത് ചെയ്തു, ലിങ്ക് ചെയ്യിക്കാൻ ഈ മെട്രിസസിലൂടെ സാധിച്ചു. മാത്രമല്ല നമ്മുടെ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലാംഗ്വേജിനെ കുറിച്ചുള്ള പഠിത്തമാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അതിന് വരെ സഹായിക്കാൻ നമ്മുടെ ഈ മെട്രിസസിന് സാധ്യമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി അത്തരത്തിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെ ഏരിയയിലാണെന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. ക്രിപ്റ്റോഗ്രഫി കൂടാതെ ജെനറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, മോഡേൺ സൈക്കോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, ഈ എല്ലാ ഏരിയയിലും നമ്മൾ ഈ പഠിക്കുന്ന മെട്രിസസിന് എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള റോൾ ഉണ്ട്. ഇവിടെയെല്ലാം ബേസായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെട്രിസസ് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിത്തൗട്ട് മാത്തമാറ്റിക്സ് ദ വേൾഡ് ഈസ് നത്തിങ് എന്ന് പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, മാത്തമാറ്റിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തൊന്നുമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത് തന്നെ എന്താണ്, എല്ലാതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊറിലേറ്റഡ് ആണ്. മാത്സ് ഇല്ലാതെ ആകുമ്പോൾ അതിനെന്ത് ചെയ്യും, ഒരു അക്യുറസി നഷ്ടപ്പെടും. അപ്പോൾ ആ അക്യുറേറ്റ് ആയുള്ള ഒരു വാല്യൂ കണ്ടെത്താൻ നമ്മളെ മാത്സ് എല്ലാ ബ്രാഞ്ചസിനും ഒരുപോലെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഈ മെട്രിസസ് നമുക്ക് തരുന്ന സഹായങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെട്രിസസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള കാൻഡർ പറഞ്ഞിട്ടുള്ളത് ദ എസൻസ് ഓഫ് മാത്തമാറ്റിക്സ് ലൈസ് ഇൻ ഇറ്റ്സ് ഫ്രീഡം എന്നാണ്. അതായത് മാത്സിൻ്റെ എസൻസ് എപ്പോഴും അതിൻ്റെ ഫ്രീഡത്തിലാണ് ലൈ ചെയ്യുന്നത്. നമുക്കറിയാം എല്ലായിടത്തും മാത്സ് ഉണ്ട്, എല്ലാ സബ്ജക്റ്റിനും ഏറ്റവും എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം കോറിലേറ്റഡ് ആണ്. എപ്പോഴും ഒന്നിന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെ സഹായം വേണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊരു പ്രപഞ്ച സത്യമാണ്. അപ്പോൾ മാത്സിന് നമ്മൾ പഠിക്കുന്ന റിയൽ ലൈഫിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് തരാൻ ഇത്തരത്തിലുള്ള നമ്മുടെ മാട്രിസസ് പോലുള്ള സംഭവങ്ങൾക്ക് മാത്സിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു മെട്രിസസ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നൊന്ന് നോക്കുകയാണ്. എ മാട്രിക്സ് ഈസ് ആൻ ഓർഡർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. The numbers or functions are called the elements or the entries of the matrix. അതായത് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ അറേയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഓർഡേഡ് പെയേഴ്സൊക്കെ എഴുതിയ സമയത്തും അതുപോലെ നമ്മൾ ബൗണ്ടറീസൊക്കെ നോക്കിയ സമയത്ത്, നമ്മുടെ റേഞ്ചും ഡൊമൈനും ഒക്കെ നോക്കിയ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലോസ്ഡ് ബ്രാക്കറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരുപാട് എൻട്രീസ് കൊടുക്കുക എന്ന് വിചാരിക്കുക, നമ്പേഴ്സിൻ്റെ. അതിനെയാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഞാൻ നൊട്ടേഷൻ മാത്രമാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അത് മെട്രിക്സ് തന്നെയാണ് പറയുക. അപ്പോൾ ക്ലോസ്ഡ് ബ്രാക്കറ്റിൻ്റെ അതുപോലെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നൊട്ടേറ്റ് ചെയ്യുക. പക്ഷേ അത് കുറച്ചുകൂടെ വലുതായിരിക്കും. ക്ലോസ്ഡ് ബ്രാക്കറ്റ് കുഞ്ഞതാണ് നമ്മൾ 2 നമ്പറിൻ്റെ കേസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ എന്നാൽ കോമയോ അങ്ങനെയൊന്നുമില്ല. എന്നാലോ ആ ഒരൊറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിനെ മുഴുവൻ എന്ത് ചെയ്യും, നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും. അത്തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് എന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെട്രിക്സിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളതിന് റോ വൈസും കോളം വൈസും ആണ് എന്ത് ചെയ്യുക, എൻട്രി ചെയ്യുക നമ്പേഴ്സിന്. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ മെട്രിക്സ് എത്രത്തോളം പഠിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റോ വൈസും കോളം വൈസും. എന്താണ് റോ എന്ന് മനസ്സിലാക്കണം, എന്താണ് കോളം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ റോ എന്ന് പഠിക്കുമ്പോൾ എന്താ നമുക്കറിയാം, നമ്മൾ നിരയായിട്ട് എഴുതി പോവുകയാണ് അല്ലേ. അതായത് ഒരു വരിയായും നിരയായും നമ്മൾ എഴുതും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ടാവുക, റോ എന്ന് പറയുക. മറിച്ച് വേർട്ടിക്കലായിട്ടാണ് നമ്മൾ എഴുതുകയെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, കോളം എന്ന് പറയും. അറിയാലോ, നമ്മൾ ടേബിളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം കോളം വൈസ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും, റോ വൈസിലായിരിക്കും അതിൻ്റെ ഒരു കണ്ടന്റ് മുഴുവനാക്കുന്നുണ്ടായിരിക്കുക ആണല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു എലമെൻ്റ് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് അതേ റോയിൽ തന്നെ എന്ത് ചെയ്യും, അടുത്ത എലമെൻ്റ് എഴുതും. അങ്ങനെ എത്ര എലമെൻറ്റിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അത്രയും എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരൊറ്റ റോയിലേക്ക് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഇനി ആ ഒരു കാര്യം എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അത് അവിടെ തീർന്നു എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത റോയിലേക്ക് എഴുതും. അങ്ങനെ എന്ത് ചെയ്യും, എഴുതി 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 ലാസ്റ്റ് നമുക്കതൊരു മെട്രിക്സിൻ്റെ ഫോമിലേക്ക് എത്താൻ കഴിയും. ക്ലോസ്ഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്കതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇത്തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. A is equal to matrix 1 2 3 4. ഇവിടെ നോക്കൂ, 1ഉം 2ഉം വന്നിട്ടുള്ളത് ഏതാണ്, ഫസ്റ്റ് റോയിലാണ്. അതുപോലെ സെക്കൻഡ് റോയിലായപ്പോൾ എന്ത് ചെയ്തു, 3ഉം 4ഉം വന്നിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് കോളം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഏതാ വരിക, 1ഉം 3ഉം. സെക്കൻഡ് കോളം ഡിസ്കസ് ചെയ്യുമ്പോൾ ഏത് വരും, 2ഉം 4ഉം. അപ്പോൾ ഇത്തരത്തിൽ റോ ആയിട്ടും കോളമായിട്ടും നമുക്ക് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കി നോക്കാം. B is equal to മെട്രിക്സ് I7 1/2 √3 5 0 9 11 23. ഇതാണ് എന്തെന്ന് പറയുന്നത് അടുത്ത മെട്രിക്സ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും ഐ എന്നൊക്കെ പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്കറിയാം അതെന്താണ്, ഒരു ഇമാജിനറി നമ്പറാണ് നമുക്കറിയാം. I is equal to √-1 ആണ്. അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, √-1 ആണ്. അങ്ങനെ ഒരു വാല്യൂ മാത്തമാറ്റിക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ പെർട്ടിക്കുലർ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഐ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതും എന്താണ്, ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് ആണ്. ഇനി സി അതായത് മെട്രിക്സ് സി എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ മെട്രിക്സ് വരുന്നത് നോക്കൂ, മെട്രിക്സ് ABCD. ഇവിടെ വന്നപ്പോൾ എന്തായത്, നമ്മുടെ നമ്പേഴ്സ് മാറിയിട്ട് പകരം അവിടെ എന്ത് വന്നു, നമുക്ക് എന്താണോ നമ്പേഴ്സിന് പകരം നമ്മൾ ഉപയോഗിക്കാറുള്ള കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, വാരിയബിൾസ് അല്ലേ. അപ്പോൾ വാരിയബിൾസ് ആണ് ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ സി എന്ന് പറഞ്ഞ മെട്രിക്സിൽ വന്നിട്ടുള്ളത്. ആ ഒരു വാരിയബിൾസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സിനെ നോട്ടേറ്റ് ചെയ്യാമെന്ന് ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത മെട്രിക്സ് നോക്കുമ്പോൾ D is equal to മെട്രിക്സ് സൈൻ തീറ്റ കോസ് തീറ്റ +1 x + സൈൻ തീറ്റ ആൻഡ് x³ അല്ലേ. ഇവിടെയും എന്ത് വന്നു, ഇവിടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ എന്ത് വന്നു, മാട്രിക്സ് വന്നു. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്ത്, ഏത് നമ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മാത്സിലെ ഏതൊരു കോൺസെപ്റ്റ് ആയിക്കോട്ടെ അതിനെയെല്ലാം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും, മാട്രിസസിൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അതായത് കോളമായിട്ടും റോ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുക, എലമെൻസിനെ എടുത്ത് എഴുതുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. നീറ്റായിട്ട് അത് എഴുതുക വേണം. അതായത് ഫസ്റ്റ് റോ എങ്ങനെ എഴുതുന്നോ സെക്കൻഡ് റോയും അതേ പൊസിഷനിൽ തന്നെ വരണം. നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യണം, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത്രയാണ് എന്തായാലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇനി അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്താണ് ഡെഫിനിഷൻ എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉള്ളിലുള്ളൊരു ആകത്തുകയായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓർഡർ ഓഫ് മെട്രിക്സ് ആണ്. അതായത് എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ
ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻസിനെയാണെന്ന് പറഞ്ഞു. ലീനിയർ ഇക്വേഷൻ്റെ ഓർഡർ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 1 ആണെന്നുള്ളത്. അതുപോലെ എങ്ങനെയാണ് മെട്രിക്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ഈ ഓർഡർ നമ്മൾ ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കി നോക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: എ മെട്രിക്സ് ഹാവിങ് m rows and n columns ഈസ് കോൾഡ് എ മെട്രിക്സ് ഓഫ് ഓർഡർ m/n ഓർ m/n മെട്രിക്സ്. അതായത് ഒന്നുകിൽ അതിന് എന്തുണ്ടായിരിക്കണം, m റോസും അല്ലെങ്കിൽ അതിന് n റോസും, അതായത് m റോയും n കോളംസും ഉള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഡർ m/n മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 3 റോയുണ്ട്, 2 കോളം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, 3/2 മെട്രിക്സ്. അതായത് ആദ്യം നമ്മൾ അതിനെ ചെക്കൗട്ട് ചെയ്യേണ്ടത് റോ വൈസ് എത്ര ഉണ്ട് എന്നുള്ളതും, പിന്നെ നമ്മൾ നോക്കേണ്ടത് അതിൽ എത്ര കോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് റോയുടെ നമ്പർ ആയിരിക്കും, ഇൻറ്റു എന്തുണ്ടായിരിക്കും, കോളത്തിൻ്റെ നമ്പറും. അപ്പോൾ റോ ഇൻറ്റു കോളമാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ഹോൾ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഇൻറ്റു എന്നല്ല മെട്രിക്സിൻ്റെ കേസിൽ വിളിക്കുക, പക്ഷെ നൊട്ടേറ്റ് ചെയ്യുന്നത് അതുപോലെയാണ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ തന്നെ. എന്നാൽ നമ്മളതിന് വിളിക്കുന്നത് എന്താണ്, ബൈ. ഓക്കെ, m/n അല്ലെങ്കിൽ 2/3, 3/2. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അതിനെ റെപ്രസെൻ്റ് ചെയ്യുക, ഓർഡറിനെ. ഇവിടെ ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ജനറലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഓർഡറിൽ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. മെട്രിക്സ് അതായത് A ഈസ് ഈക്വൽ ടു മെട്രിക്സ് A11, A12, A13 എക്സെട്ര അപ് ടു A1n അല്ലേ. അതായത് നമുക്കറിയാം കോളം വൈസ് എത്ര കോളംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, n കോളംസ്. അതുകൊണ്ടാണ് നമ്മളിവിടെ A1n എന്ന് വരെയുള്ള ലാസ്റ്റ് നമ്പർ വരെ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് റോ നമ്മൾ വരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം ആയതുകൊണ്ടാണ് A11 എന്ന് നമ്മുടെ ആദ്യത്തെ എലമെൻറ്റിന് വന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, റോ സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ A2, അതായത് A എന്ന് പറഞ്ഞ എലമെൻറ്റ് സെക്കൻഡ് റോയിലാണ് ഇരിക്കുന്നത്, പക്ഷേ കോളം ഏത് തന്നെയാണ്, ഫസ്റ്റ്. ഓക്കെ, അങ്ങനെ എന്ത് തന്നു, A21. ഓക്കെ, A22, A23 എക്സെട്ര അപ് ടു A2n. നെക്സ്റ്റ് വരുന്നു A31, A32, A33 എക്സെട്ര അപ് ടു A3n. അങ്ങനെ അവസാനത്തെ റോ ഏത് വരെയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്, m വരെയാണ് അല്ലേ. അപ്പോൾ ആ m നമ്മൾ ഡിനോട്ട് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് റോ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക, AM1, AM2, AM3 എക്സെട്ര അപ് ടു ലാസ്റ്റ് കോളത്തിലെയും ലാസ്റ്റ് റോയിലെയും ലാസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യും എന്ത്, AMn. ക്ലിയർ ആയോ? ഇതിന് നമുക്ക് ജനറലായിട്ട് ഡിനോട്ട് ചെയ്യാം AIJ മെട്രിക്സ് AIJ വിത്ത് ഓർഡർ m/n എന്നും. ക്ലിയർ ആയോ? അതായത് വീണ്ടും പറഞ്ഞു തരാം, നമ്മൾ ഈ നമ്പേഴ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്തു. നമ്മുടെ കയ്യിലുള്ള എലമെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്, കുറേ എലമെൻറ്റ്സ് ഉണ്ട്. A11 ഉണ്ട്, A12 ഉണ്ട്, A23 ഉണ്ട്, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സിനൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു മെട്രിക്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു ഓർഡറിൽ വെക്കാൻ തീരുമാനിച്ചു. ആ ഓർഡർ നമ്മൾ എന്ത് ചെയ്യൂ, ഒന്ന് നോട്ടേറ്റ് ചെയ്യാമെന്നും ആ നമ്പർ വൈസിൽ തെറ്റാതെ വെക്കാൻ നോക്കുമ്പോൾ അതിന് വെക്കാൻ കഴിയുന്ന രീതി എന്താണ്, ആദ്യത്തെ എലമെൻ്റ് എടുത്തു, A എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റാണ്. അത് ഏത് കോളത്തിലാണ് വരുന്നത്, ഫസ്റ്റ് കോളത്തിൽ. ഏത് റോയിലാണ് വരുന്നത്, ഫസ്റ്റ് റോയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിന് സബായിട്ട്, അതായത് നമുക്കറിയാം പ്രിഫിക്സിങ് സഫിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, എഴുതി A11. A എന്ന് പറയുന്നത് ആദ്യത്തെ കോളത്തിലെ ആദ്യത്തെ റോയിലെ എലമെൻ്റാണ്. ഇനി എന്ത് ചെയ്തു, ആദ്യത്തെ റോയിൽ തന്നെയുള്ള രണ്ടാമത്തെ എലമെൻറ്റ് നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്തു, A എന്നെടുത്തു. ആദ്യത്തെ റോ ആയതുകൊണ്ട് തന്നെ 1 എന്ന് എഴുതു. എന്നാൽ ആദ്യത്തെ കോളം അല്ലല്ലോ, രണ്ടാമത്തെ കോളത്തിലാണല്ലോ നമ്പർ ഇരിക്കുന്നത്, അതുകൊണ്ട് അതിനെ നോട്ടേറ്റ് ചെയ്തു A12 എന്ന്. ഇനി അതിൽ തന്നെ തേർഡ് എലമെൻറ്റ്, ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻ്റ് ആയപ്പോൾ അതിനെ എങ്ങനെ നോട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, A13 എന്ന്. അങ്ങനെ അതിന് അവസാനം ഒരു എൻഡിങ് ഉണ്ട് ആ ഒരു ഫസ്റ്റ് റോയിൽ. അതെന്ന് പറയുന്നത് ഏത് എലമെൻറ്റിലാണ് നമുക്ക് പറഞ്ഞു, n കോളം വരെയാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ nth കോളത്തിൽ നമ്മൾ അതിനെ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെങ്ങനെ ചെയ്യാം, A1n, അതായത് ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് കോളമായുള്ള n ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ നമ്പറിനെയും
നോട്ടേറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ എലമെൻസിനെയും നോട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് ഓർഡറാണ് നമ്മളിവിടെ ഈ ഒരു മെട്രിക്സിൻ്റെ താഴെ റൈറ്റ് സൈഡിൽ M/N എന്ന് കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ എത്ര റോ എന്ന് പറഞ്ഞു M എന്നും എത്ര കോളം എന്ന് പറഞ്ഞു N എന്നും, അത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്ത പോലെ നമ്മൾ എഴുതി വെച്ചു M/N എന്ന് നമ്മളതിനെ വായിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്കെന്ത് പറയാനുള്ളത്, ഈ ഒരു ഇതിൻ്റെ ഓർഡർ എന്നതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ M/N എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ അത് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് അവിടെ നമ്മൾക്ക് മാത്തമാറ്റിക്കലി നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം, MN ആണെന്നത്. നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പഠിക്കണം, നിങ്ങൾ MN എന്ന്, അതായത് M×N തന്നെയാണെന്ന് പറയുന്നതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ നോട്ടേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു, M/N എന്നുള്ള രീതിയിൽ നോട്ടേറ്റ് ചെയ്ത് വെക്കുന്നു. ഇത്രയാണ് ഈ ഓർഡറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ കോളം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, റോ എന്താണെന്ന് ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു. ഈ കോളം വൈസ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യും, A11 A21 A23 M1 വരെ എത്താൻ കഴിഞ്ഞു. കാരണം എന്താണ്, താഴോട്ട് പോകുന്തോറാണ് കോളത്തിൻ്റെ എണ്ണം കൂടി വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതായത് അതിലെ എലമെൻസിൻ്റെ നമ്മൾ എന്ത് ചെയ്യാൻ ചേഞ്ച് ചെയ്ത് വരികയാണ്. ഇനി കോളം ആയതുകൊണ്ട് എന്ത് ചെയ്തു, അതിനെയും എന്ത് ചെയ്തു, നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതി. ഇതുവരെയുള്ള കാര്യങ്ങൾ എലമെൻസിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആയെന്നുള്ളത് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഈ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വൈസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ നമ്പർ ഫസ്റ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: കൺസിഡർ ദ ഫോളോവിങ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് men and women workers in 3 factories, first, second and third. ഇവിടെ എന്തുണ്ട്, മെൻ വർക്കേഴ്സും ഉണ്ട് വിമൻ വർക്കേഴ്സും ഉണ്ട്. അവരുടെ ഓരോരുത്തരുടെയും നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫാക്ടറിയിൽ മെൻ വർക്കേഴ്സ് എന്ന് പറയുന്നത് 30 ആണ്. എന്നാൽ അവിടെ വിമൻ വരുന്നത് 25 ആണ്. സെക്കൻഡ് ഫാക്ടറിയിൽ മെൻ വരുന്നത് 25, വിമൻ വരുന്നത് 31. തേർഡ് ഫാക്ടറിയിൽ മെൻ വരുന്നത് 27 ആൻഡ് വിമൻ വരുന്നത് 26. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ്: റെപ്രസെൻറ്റ് ദ എബവ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് എ 3/2 മാട്രിക്സ്. വാട്ട് ഡസ് ദ എൻട്രി ഇൻ ദ തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്? അല്ലേ, നമുക്ക് എന്ത് പറഞ്ഞു, ഇതിനെ ഒരു 3/2 ഓർഡറിലുള്ള മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ എൻട്രി തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിൽ എന്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മളടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തേർഡ് റോയിൽ സെക്കൻഡായിട്ട് എന്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ ചെയ്യണം? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞു, 3/2 ആണ് ഓർഡർ എന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് 3/2 വന്നിട്ടുള്ളത്? ശ്രദ്ധിക്കുക, 3 ഫാക്ടറീസ് എന്ന് പറയുമ്പോൾ ആ 3 ഫാക്ടറീസിനെ നമ്മൾ എങ്ങനെ നോട്ടേറ്റ് ചെയ്യണം? റോ വൈസ് അല്ലേ. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് ഫാക്ടറി, സെക്കൻഡിൽ സെക്കൻഡ് ഫാക്ടറി, തേർഡിൽ തേർഡ് ഫാക്ടറി. ഓക്കെ, പിന്നെ മെന്നിൻ്റെ കണക്കുള്ളൂ, വിമൻ്റെ കണക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് രണ്ടിനെയും 2 കോളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ അതിനൊരു ടാബുലേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിന് മാട്രിക്സിൻ്റെ കേസിലേക്ക് എഴുതുമ്പോൾ ഒരു മാട്രിക്സിന് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് മാത്രമേ മാട്രിക്സിനെ ഡിനോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാപിറ്റൽ ലെറ്റർ A എടുത്തിട്ട് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാം. A is equal to മാട്രിക്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് തുടങ്ങണം അല്ലേ. അപ്പോൾ ഇതിനുള്ളിൽ ഫസ്റ്റ് ഫാക്ടറി നമുക്കിനി കൺസിഡർ ചെയ്യാം. അതിൽ പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ് ആണല്ലോ. അപ്പോൾ A11 എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്ത് നോട്ടേറ്റ് ചെയ്യാൻ കഴിഞ്ഞു? 30. ഇനി അപ്പോൾ അടുത്ത നമ്പർ എങ്ങനെയാണ് നമ്മൾ നോട്ടേറ്റ് ചെയ്യേണ്ടത്? A12 ആണ് നമുക്കിനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതേതാണ്? ഫസ്റ്റ് ഫാക്ടറിയിൽ തന്നെയുള്ള വിമൻ്റെ എണ്ണം, അതായത് സ്ത്രീകളുടെ എണ്ണം എത്രയാണ് വന്നിട്ടുള്ളത്? 25. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് കോളത്തിലേക്ക് സെക്കൻഡ് റോയിലേക്ക് കടക്കുമ്പോൾ റോ സെക്കൻഡായി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ A2 ഡിനോട്ട് ചെയ്യണം, കോളം ഫസ്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ നമ്പറിന് ഡിനോട്ട് ചെയ്യുക? A21 എന്ന്. അവിടെ ഏതാ വന്നിട്ടുള്ളത്? 25. അപ്പോൾ A22ലോ 31 അല്ലേ. അവിടെ
സ്ത്രീകളുടെ സെക്കൻഡ് ഫാക്ടറിയിൽ വന്നിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം 31 ആണ്, പുരുഷന്മാരുടെ എണ്ണം 25 ആണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് തേർഡ് കോളം അല്ലേ, അതായത് അവസാനത്തെയും മൂന്നാമത്തെയുമായിട്ടുള്ള കോളം മാത്രമേ ഇനി നൊട്ടേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുമ്പോൾ കോളമല്ല റോയാണ് അവിടെ നൊട്ടേറ്റ് ചെയ്യാനുള്ളത്. ഏത് ഫാക്ടറിൻ്റെ കേസാണ്? തേർഡ് ഫാക്ടറിൻ്റെ കേസ്. തേർഡ് ഫാക്ടറിൻ്റെ കേസിൽ എത്ര സ്ത്രീകളുണ്ട്? 26 ആണല്ലോ. എത്ര പുരുഷന്മാരുണ്ട്? 27. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഡിനോട്ട് ചെയ്തത് ഏതാണ്? പുരുഷന്മാരുടെ എണ്ണമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? A31 എന്നുള്ള സ്ഥാനത്ത് 27 കൊടുത്തു. A32 എന്നുള്ള സ്ഥാനത്ത് എന്തും കൊടുത്തു? 26 സ്ത്രീകളുടെ എണ്ണവും കൊടുത്തു. ഇനി ഇതിൻ്റെ ഓർഡർ എന്താണ്? 3/2 ആണല്ലോ. 3 റോയും ഉണ്ട്, 2 കോളം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാൻ കഴിഞ്ഞു? 3/2 എന്നുള്ളത്. ഇനി ഇതിൻ്റെ എണ്ണം ശരിയാ നോക്കണ്ടേ, അതായത് നമ്മൾ ചെയ്തത് ശരിയാ നോക്കണ്ടേ. 3 × 2 നമുക്ക് എത്രയാണ് കിട്ടുക? ആൻസർ 6 ആണല്ലോ. ഇതിൽ എത്ര എലമെൻറ്റ്സ് ടോട്ടൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്? 6 എലമെൻറ്റ്സ് തന്നെയല്ലേ. ഇതാണ് നമ്മൾ എഴുതിയ നമ്മുടെ റോയുടെയും നമ്മുടെ കോളത്തിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ എഴുതിയിട്ടുള്ള ഓർഡർ ശരിയാണോ എന്ന് നോക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അത്രയും എലമെൻറ്റ്സ് തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് നമ്മുടെ മാട്രിക്സിനുള്ളിൽ വെച്ചിട്ടുണ്ടോ എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി? ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കതിനെ മെട്രിക്സ് ഫോമിലേക്ക് ക്വസ്റ്റ്യൻ പ്രകാരം എഴുതാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ചോദ്യമുണ്ട് അല്ലേ. വാട്ട് ഡസ് ദ എൻട്രി ഇൻ ദ തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്? അതായത് തേർഡ് റോയിലുള്ള സെക്കൻഡ് കോളത്തിൽ എന്താണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ തേർഡ് റോ എന്ന് പറയുമ്പോൾ A3 അല്ലേ. സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ A32 അല്ലേ. A32 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഇവിടെ ഏതാ വന്നിട്ടുള്ളത്? 26. ആ 26 എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ തേർഡ് ഫാക്ടറിയിലുള്ള വിമൺ വർക്കേഴ്സിൻ്റെ എണ്ണത്തിനെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും അതിൻ്റെ ആൻസറായിട്ട്? ദ എൻട്രി ഇൻ ദ third row and second column represents the number of women workers in factory 3 അല്ലെങ്കിൽ ഫാക്ടറി തേർഡ് ഫാക്ടറി എന്നും പറയാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് എക്സാമ്പിൾ നമ്പർ 2 സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇഫ് എ മാട്രിക്സ് ഹാസ് 8 എലമെൻറ്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡർ ഇറ്റ് ക്യാൻ ബി ഹാവ് അല്ലേ. അതായത് ഒരു മാട്രിക്സിന് 8 എലമെൻറ്റ്സ് ആണുള്ളത്. ടോട്ടൽ എലമെൻറ്റ്സ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഓർഡർ നമ്മളടുത്ത് തന്നു കഴിഞ്ഞു. എത്രയാണ്? 8 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതിന് ഏതൊക്കെ ഓർഡേഴ്സ് പോസിബിൾ ആണെന്നുള്ളതാണ് നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 8 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ അതിനെ ഓർഡേർഡ് പെയേഴ്സിൻ്റെ കേസിലേക്ക് എന്ത് ചെയ്യണം? നൊട്ടേറ്റ് ചെയ്ത് വരണം സൊല്യൂഷനിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതിന് ഏതൊക്കെ ഓർഡേർഡ് പെയേഴ്സ് അവിടെ പോസിബിളായിട്ട് വരും? നമുക്ക് നോക്കി നോക്കുമ്പോൾ 1ഉം 8ഉം പോസിബിളാണ് അല്ലേ. 1 × 8 ഏതന്നെ വന്നു? 8 തന്നെ വന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡേർഡ് പെയർ 8-1 ആണല്ലോ. ഇനി ഏതൊക്കെയുണ്ട്? ഓർഡേർഡ് പെയർ 2-4 ആൻഡ് ഓർഡേർഡ് പെയർ 4-8 അല്ലേ. ഇത്രയും എലമെൻറ്റ്സ് എന്തേ ഉള്ളൂ നമുക്ക് 8 എന്ന് പറഞ്ഞ വാല്യൂ, അതായത് എലമെൻറ്റ്സ് 8 ആയിട്ടുള്ളൊരു മാട്രിക്സ് കിട്ടാൻ സാധ്യതയുള്ള ഓർഡേർഡ് പെയേഴ്സായിട്ട് ഈ 4 ഓർഡേർഡ് പെയർ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ ആണല്ലോ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എന്തെഴുതാം? ഓൾ ദ പോസിബിൾ ഓർഡേർഡ് പെയേഴ്സ് ആർ ഓർഡേർഡ് പെയർ 1-8, ഓർഡേർഡ് പെയർ 2-8-1, ഓർഡേർഡ് പെയർ 4-2 ആൻഡ് ഓർഡേർഡ് പെയർ 2-4 ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഓർഡറും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എഴുതി വെക്കാം. പെയറാക്കി മാത്രം എഴുതിയാൽ പോരല്ലോ, അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് കറക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യണമല്ലോ. ഓക്കെ, എങ്ങനെയാണ്? ഹെൻസ് പോസിബിൾ ഓർഡേഴ്സ് ആർ 1/8, 8/1, 4/2 ആൻഡ് 2/4. ഇത്രയാണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുക? റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വരുന്നത് ഏതായിരിക്കും? ഒരു MCQ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ഏരിയയിൽ നമുക്കൊരൊറ്റ ക്വസ്റ്റ്യനും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് എക്സാമ്പിൾ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നു. കൺസ്ട്രക്ട് a 3/2 മാട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ ഗിവൺ by Aij is equal to 1/2 into modulus I minus 3j.
ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അടുത്ത് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞു, 3/2 ആണെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ ജനറൽ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. AIJ is equal to 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് I മൈനസ് ജെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഐയും ജെയും എന്താണെന്ന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യേണ്ടത്, ഏത് റോയിലെ ഏത് കോളത്തിലെ എലമെൻറ്റ്. ഐ എന്ന് പറയുന്നത് റോയും ജെ എന്ന് പറയുന്നത് കോളവുമാണ് എന്ത് ചെയ്യേണ്ടത്, റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ വരികയാണ്. നമുക്കറിയാം, നേരത്തെ ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു 3/2 ഓർഡർ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരിക്കും നമുക്കറിയാം. 3 റോയും ഉണ്ടായിരിക്കും, 2 കോളും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് ആയിട്ട് അതിനെ ജനറൽ ഫോർമുലയിലേക്ക് നമ്മളതിനെ നൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാക്കി എഴുതാം അതിൻ്റെ എലമെൻസിനെ. A11, A12, A21, A22, A31 ആൻഡ് A32 അല്ലേ. ഇത്തരത്തിലുള്ള 6 എലമെൻറ്റ്സ് ആയിരിക്കും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ആ എലമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ മാട്രിക്സിലേക്ക് യഥാർത്ഥത്തിൽ വരേണ്ട എൻട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളതായി. നമുക്ക് തന്നിട്ടുള്ള പ്രകാരം AIJ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് I മൈനസ് ജെ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ എലമെൻറ്റ് നമ്മൾ എടുക്കുന്നു, നമ്മുടെ മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, A11 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തന്നിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, ഐയുടെയും ജെയുടെയും സ്ഥാനത്തേക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ചെയ്താന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വരുന്നത് ഇങ്ങനെയായിരിക്കും, 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് ഐൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ 1, ജെയുടെ വാല്യൂ എത്ര തന്നെയാണ് 1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് 3 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 1 മൈനസ് 3 അല്ലേ. മോഡുലസിൻ്റെ ഉള്ളിൽ എന്ത് വന്നു, -2 എന്നുള്ള വാല്യൂ വന്നു. -2 മോഡുലസിൻ്റെ ഉള്ളിൽ വന്നാൽ എന്ത് തന്നെയാണ് 2. അപ്പോൾ 1/2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും അല്ലേ. അത്തരത്തിൽ നമ്മൾ ഇനി അടുത്തത് കൊടുക്കുകയാണ്. A12 എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റ് എടുത്തിട്ട് അതും കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ എന്ത്, 5/2 എന്നുള്ളത് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, അതിൻ്റെ A12 എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് എലമെൻറ്റിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് റോയുടെ കേസാണ്. ഏതാണ്, A21 ആണ് അവിടെ വരുന്ന ആദ്യത്തെ എലമെൻറ്റ്. അപ്പം നമുക്ക് വരും 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 2 മൈനസ് 3 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 2 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 അല്ലേ. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് വരുന്നത് എന്താണ്, A22ൻ്റെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വേണം ഫങ്ഷൻസ് വരുന്നത്. 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 2 മൈനസ് 3 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 2 മൈനസ് 6 അല്ലേ. അവിടെ വരുന്ന വാല്യൂ എന്തായിരിക്കും, 4 ആയിരിക്കും മോഡുലസിൻ്റെ ഉള്ളിൽ. 1/2 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 2 നമുക്ക് ആൻസറായിട്ട് കിട്ടും. ഇനി A31 എന്ന് പറഞ്ഞ അടുത്ത റോയിലെ ഫസ്റ്റ് എലമെൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണ്, 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 3 മൈനസ് 3 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 3 മൈനസ് 3 ഈസ് ഈക്വൽ ടു എന്ത്, 0 അല്ലേ. കാരണം 3 മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 ആണ്. 1/2 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എലമെൻറ്റിലേക്ക് പോകുമ്പോൾ A32 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 3 മൈനസ് 3 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 3 മൈനസ് 6 അല്ലേ. ഇവിടെ വാല്യൂ എന്താ വരിക, മോഡുലസ് ഓഫ് -3 വിച്ച് ഈസ് ഈക്വൽ ടു 3. അതായത് 3 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 3/2 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എല്ലാ എലമെൻറ്റ്സും ഏതൊക്കെയാണെന്നുള്ളത് വാല്യൂ കൊടുത്ത പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് ആയിട്ട് ജനറലിന് പകരം കറക്റ്റ് എന്താണോ മെട്രിക്സ് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. എങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക, എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 5/2 1/2 2 0 ആൻഡ് 3/2 അല്ലേ. ഇതിൻ്റെ ഓർഡർ എന്താ വന്നിട്ടുള്ളത്, 3/2. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്താണ് മെട്രിക്സ് എന്ന്, എങ്ങനെയാണ് അതിൻ്റെ നൊട്ടേഷൻ വരിക, അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ എൻട്രീസ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ളത് വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. അപ്പോൾ മെട്രിക്സ് പല 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 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് എൻട്രീസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ അത് ഒരുപാട് വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാട്രിക്സിനെ നോട്ടേറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഓർഡർ എന്ത് ചെയ്യാം, പല പല രീതികളിൽ വരാം എന്നുള്ളതാണ് നിങ്ങൾ ഈ ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മെയിനായിട്ട് 7 മെട്രിക്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതായത് 7 മെട്രിക്സസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അത് ഏതൊക്കെയെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെയാണ്, എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം. അതായത് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരൊറ്റ കോളായിട്ട് തന്നെ നമുക്ക് അതിനെ മൊത്തത്തിൽ എഴുതാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എഴുതുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 0 1/2 √3 -2 വിത്ത് ഓർഡർ 4/1. എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ റോയുടെ എണ്ണം 4 ഉണ്ടെന്നുണ്ടെങ്കിലും ഒരൊറ്റ കോളേ ഉള്ളൂ. ഇത്തരത്തിൽ നമുക്ക് ഒരൊറ്റ കോളമായിട്ട് നമ്മുടെ മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എഴുതുന്നത് ഇങ്ങനെയാണ്, മെട്രിക്സ് Aij വിത്ത് ഓർഡർ m/1 അല്ലേ. എപ്പോഴും കോളം എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓർഡർ എന്തെന്ന് പറയുന്നത് m/1 എന്ന് വന്നിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന മെട്രിക്സ് ആണ് എന്ത്, റോ മെട്രിക്സ്. അതെന്തായിരിക്കും വരിക, എ മെട്രിക്സ് ഇസ് സെഡ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ. എന്താണ്, നമ്മൾ എന്താണോ കോളം മെട്രിക്സിൽ പറഞ്ഞത് അതിൻ്റെ നേരെ റെസിപ്രോക്കൽ. അതായത് ഇവിടെ ഒരൊറ്റ റോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, എന്തായിരിക്കും, കോളം എത്രയുമാകാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബി ഇസ് ഈക്വൽ ടു മെട്രിക്സ് -3 0 5/2 ആൻഡ് √1. ഇതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ റോ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും, ഒരൊറ്റ നമ്മുടെ റോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, കോളമാണ് എണ്ണം കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജനറലായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നത് എങ്ങനെയാണ്, ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് Bij വിത്ത് ഓർഡർ 1/n. ഓക്കെ, ഇതാണ് ഇതെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സിലെ ആദ്യത്തെ 2 മെട്രിക്സുകൾ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മൂന്നാമത്തെ മെട്രിക്സിലേക്കാണ്. മെട്രിക്സ് പറയുന്നത് സ്ക്വയർ മെട്രിക്സ്. അതായത് ഡെഫിനിഷൻ പ്രകാരം നോക്കാം, എ മെട്രിക്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് columns is said to be a square matrix. Thus, an m/n matrix is said to be a square matrix if m is equal to n and is known as a square matrix of order n. അല്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, m/n എന്ന് പറഞ്ഞുള്ള ഓർഡർ എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അതായത് എമ്മിൻ്റെ വാല്യൂയും എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലേ. സ്ക്വയറിൻ്റെ കേസ് നമുക്കറിയാം, എന്താ ഒരു നോർമൽ സ്ക്വയറിൻ്റെ കേസിൽ എന്താ 2 സൈഡും ഈക്വൽ, അല്ലെങ്കിൽ ഇതിൻ്റെ 4 സൈഡിനും എന്ത് നമുക്കറിയാം, ഒരേ വാല്യൂ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇവിടെ റോയുടെ കേസും കോളത്തിൻ്റെ കേസും നമ്മൾ പറയുമ്പോൾ എന്താകും, 2 വാല്യൂം എന്തായിരിക്കും, സെയിം ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താ വരിക, അപ്പോൾ 2 ആണെന്ന് വരുന്ന റോയും കോളും വന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഓർഡർ എങ്ങനെ വരും, 2/2. ഇനി 3 ആണെന്നുണ്ടെങ്കിൽ 3/3, 4 ആണെങ്കിൽ 4/4. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പോകുന്ന വലിയൊരു ഏരിയ എന്ന് പറയുന്നത് തന്നെ ഈ സ്ക്വയർ മെട്രിക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം നമുക്ക് അതിൻ്റെ ഒന്ന് എങ്ങനെയാണ് വരുന്നത്. എ ഈസ് ഈക്വൽ ടു 3 -1 0 3/2 √3 1 4 3 ആൻഡ് -1 വിത്ത് ഓർഡർ 3/3 അല്ലേ. ഇതിൻ്റെ ഓർഡർ എന്താന്ന് പറഞ്ഞു, 3/3 എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒന്നായിട്ട് നോട്ടേറ്റ് ചെയ്താലും മതിയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ n എന്ന് പറഞ്ഞുള്ള നമ്പറായിട്ടാണ് ജനറലായിട്ട് നോട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഓർഡർ ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഏതും എടുക്കാം, എന്നിനെയാണ് ജനറലായിട്ട് പറയുക. അപ്പോൾ ഓർഡർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്തെഴുതാം, ഇപ്പം നമ്മൾ എഴുതിയ മെട്രിക്സ് പ്രകാരം അതിന് 3 എന്നായിട്ട് നമുക്കതിനെ എടുത്തെഴുതാൻ കഴിയും. അപ്പോൾ ജനറലായിട്ട് നമുക്ക് അതിനെ നോട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈ ഒരു മെട്രിക്സിനെ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് Aij with order m/m. ഓക്കെ, ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ m. മനസ്സിലായോ. ജനറൽ ആയിട്ടുള്ള കേസിൽ നമുക്ക് എന്ത് കഴിയും, അതിനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള m എന്നോ അല്ലെങ്കിൽ n എന്നുള്ള രീതിയിലേക്ക് ഓർഡറിലേക്ക്
നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും. ഏതിൻ്റെ കേസിൽ? സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ. ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. സ്ക്വയർ മെട്രിക്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ പല പല ലെവലിൽ വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കണം. വളരെ നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാലോ, സ്ക്വയർ നമ്പേഴ്സ് നമുക്കറിയാം. അതായിരിക്കും എന്തെന്ന് പറയുന്നത്, ലാസ്റ്റത്തെ എലമെൻറ്റിന് 2 കോളും, അതായത് ഇപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ്സ് ഇപ്പോൾ ഒരു 3x3 കേസിൽ വരുന്നത് എന്തായിരിക്കും ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത്? A33 അല്ലേ. ഇനിയിപ്പോൾ ഒരു 4x4 കേസിലോ A44. ഇനി 5x5 കേസിലാകുമ്പോൾ A55. ഇങ്ങനെയാണ് എലമെൻറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻസ് വരിക. അതും കൂടി തന്നെ എന്താണ് ഒരു സ്പെഷ്യാലിറ്റീസായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിനും പ്രത്യേകത ഉണ്ടായിരിക്കും. ഡയഗണൽ നിങ്ങൾക്കറിയാം അല്ലേ, നമുക്ക് ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്ക് നമുക്ക് അതിനെന്ത് ചെയ്യാൻ കഴിയണം? ജോയിൻ ചെയ്യാൻ കഴിയണം. ഓക്കെ, അത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണലിനെ നമുക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് ഡയഗണലാണ് ഞാൻ പറയുന്നത്. അത് A11, A22, A33 എന്നുള്ള നമ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെയൊന്ന് ഒരു സ്പെഷ്യാലിറ്റി അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇത്രയാണ് സ്ക്വയർ മെട്രിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സ്ക്വയർ മെട്രിക്സിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാനുള്ള നെക്സ്റ്റ് കാറ്റഗറി ഓഫ് മെട്രിക്സ് ആണ് എന്ത്? ഡയഗണൽ മെട്രിക്സ്. 4th കാറ്റഗറി തന്നെയാണ് ഡയഗണൽ മെട്രിക്സ്. പക്ഷേ അത് സ്ക്വയർ മെട്രിക്സിൽ നിന്ന് തന്നെ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നോക്കി നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് B ഈസ് ഈക്വൽ ടു മെട്രിക്സ് Bij വിത്ത് ഓർഡർ m/m ഈസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. ദാറ്റ് ഈസ് എ മെട്രിക്സ് B ഈസ് ഈക്വൽ ടു Bij വിത്ത് ഓർഡർ m/m ഈസ് സെഡ് ടു ബി ഡയഗണൽ മെട്രിക്സ് ഇഫ് Bij ഈസ് ഈക്വൽ ടു 0 വെൻ I ഈസ് നോട്ട് ഈക്വൽ ടു j. അതായത് പറയുന്നത് ഇങ്ങനെയാണ്, ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ ഈ ഒരു മെട്രിക്സിൻ്റെ കേസിൽ നോൺ സീറോ എലമെൻറ്റ്സ് ആയിട്ടുണ്ടായിരിക്കുള്ളൂ. ബാക്കി എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും? 0. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഡയഗണൽ എലമെൻറ്റ്സ് വരിക എന്നുള്ളത്. അതായത് A11, A22, A33 ഒരു 3x3 ഓർഡർ മെട്രിക്സിൻ്റെ കേസിൽ. ഇനി ഒരു 3x4 അല്ല സോറി ഒരു 4x4 മെട്രിക്സിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? A11, A22, A33, A44 ഈ എലമെൻറ്റ്സ് മാത്രം എന്താകുക? നോൺ സീറോ എലമെൻറ്റ്സ് ആവുക. ബാക്കിയുള്ള എലമെൻറ്റ്സ് മുഴുവൻ എന്താകുക? 0 ആകുക. ഇതാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ കണ്ടീഷൻ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾസ് നോക്കാം. അതായത് ഒരൊറ്റ എലമെൻറ്റും നമുക്ക് മെട്രിക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം കേട്ടോ. അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ A എന്ന് പറഞ്ഞത് ഒരു സ്ക്വയർ മെട്രിക്സ് 4, അവിടെ 1 1 ആണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് B എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് 2x2 ഓർഡറിലുള്ള മെട്രിക്സ് ആണ്. -1 0 0 2 ഇതാണ് എന്തെന്ന് പറയുന്നത് B എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറുള്ള മെട്രിക്സ്. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ 2 എലമെൻറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നോൺ സീറോ ഉള്ളൂ. ബാക്കി 2 തന്നെ 0യും വന്നു. ഇത് 2x2 കേസിലാകുമ്പോൾ ഈക്വലായി വന്നു. ഇനി 3x3 മെട്രിക്സിൻ്റെ ഒരു കേസിലും കൂടി ഡിസ്കസ് ചെയ്ത് നോക്കാം. C എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെട്രിക്സ് എടുത്തു. മെട്രിക്സ് -1.1 0 0 0 2 0 0 0 3 അല്ലേ. ഈ എലമെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇതിലെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ എന്തുള്ളൂ? നോൺ സീറോ എലമെൻ്റ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം എന്താണ് വന്നിട്ടുള്ളത്? 0 എലമെൻറ്റ്സ് 0 മാത്രമാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇതാണ് എന്തെന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ഡിസ്കസ് ചെയ്യുന്നത് സ്കേലാർ മെട്രിക്സ് എന്താണെന്നുള്ളതാണ്. സ്കേലാർ മെട്രിക്സ് ഈ ഡയഗണൽ എലമെൻറ്റ് മെട്രിക്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. അതായത് എ ഡയഗണൽ മെട്രിക്സ് ഈ സെഡ് ടു ബി എ സ്കേലാർ മെട്രിക്സ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് B ഈസ് ഈക്വൽ ടു മെട്രിക്സ് Bij വിത്ത് ഓർഡർ m/m ഈസ് സെഡ് ടു ബി സ്കേലാർ മെട്രിക്സ് if Bij is equal to 0 when I is not equal to j. Bij is equal to k when I is equal to j for some constant k. അതായത് പറയുന്നത് ഇതാണ്, ഒരു സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചല്ലോ ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കുക? നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കുക. ഏത് നോൺ സീറോ എലമെൻറ്റ്സും ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരൊറ്റ കേസ്, ഇപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒന്നുപോലെ തന്നെ. ഇപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ എല്ലാം 2, ഇനി 4 ആണെന്നുണ്ടെങ്കിൽ എല്ലാം 4. ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ കാര്യം മാത്രമാണ്. അപ്പോൾ ആ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോ എലമെൻറ്റ് തുല്യമായിട്ടുള്ളത് കിട്ടുകയും ബാക്കിയുള്ള എലമെൻറ്റ്സ് മുഴുവൻ 0 ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് നമ്മൾ എന്തെന്ന് പറയുക? സ്കേലാർ മെട്രിക്സ് എന്ന് പറയുക. എക്സാമ്പിൾ എടുത്ത് നോക്കാം. A എന്ന് പറഞ്ഞെടുത്തു, ഒരു 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് തന്നെ എടുത്തു വിത്ത് ഓർഡർ
1/1. അതും എന്താണ്? ഒരു സ്കേലാർ മാട്രിക്സ് ആണ്. ഇനി ബി എന്ന് പറഞ്ഞ നമ്മളൊരു മാട്രിക്സ് എടുത്തു. എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? -1 0, 0 -1. അതായത് ബി ഈസ് ഈക്വൽ ടു മാട്രിക്സ് -1 0 0 -1 വിത്ത് ഓർഡർ 2/2. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു സ്കേലാർ മെട്രിക്സ്. ഇവിടെ നോക്കൂ, രണ്ട് എലമെന്റും സെയിം ആയിട്ട് തന്നെ വന്നു ഡയഗണലിന്റെ കേസിൽ. ഇനി ഒരു 3/3ന്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും അതെങ്ങനെയാണ് വരുന്നത്. മാട്രിക്സ് √3 0 0 0 √3 0 0 0 √3. ഓക്കെ, വിത്ത് ഓർഡർ 3/3. ഇവിടെ നോക്കൂ, നമ്മുടെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം നോൺ സീറോയുമാണ്. അതോടുകൂടി തന്നെ എന്തുമാണ്? തുല്യമായിട്ടുള്ള, അതായത് ഒരേ എലമെന്റ് തന്നെയാണ് ഡയഗണൽ എലമെന്റ്സ് എല്ലാമായിട്ട് വന്നിട്ടുള്ളത് അല്ലേ? ഇത്തരത്തിലുള്ള എലമെന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മാട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? സ്കേലാർ മാട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 6th മെട്രിക്സ് ആണ്. അതെന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. എങ്ങനെയാണ് വരുന്നത്? എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് എലമെന്റ്സ് ഇൻ ദ ഡയഗണൽ ആർ ഓൾ 1 ആൻഡ് റെസ്റ്റ് ആർ ഓൾ 0 ഈസ് കോൾഡ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ്. ദ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് Aij with order m/m is an identity matrix if Aij is equal to 0 where if I is equal to j, 0 if I is not equal to j. ഓക്കെ, ഇതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ചില്ലേ എന്താണ് സ്കേലാർ മെട്രിക്സ് എന്ന് പഠിച്ചില്ലേ? അവിടെ എന്താണ്? ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഒരേ എലമെന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ആ എലമെന്റ് എല്ലാം 1 ആവുന്ന ഒരു കേസ് ഉണ്ടായിരിക്കുമല്ലോ, അത്തരത്തിലുള്ള എലമെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊരു 3/3 ഓർഡറിലുള്ളത് വെച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി മെട്രിക്സിന് ഐ എന്ന് പെർട്ടിക്കുലറായിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. മാട്രിക്സിൽ ആകെ ഡിനോട്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കേസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സിനെ മാത്രമാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 3/3ന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും മെട്രിക്സ് 1 0 0 0 1 0 0 0 1. ഓക്കെ, എങ്ങനെയാണ് എന്തെന്ന് പറയുക? ഒരു ഐഡന്റിറ്റി മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. കൃത്യമായില്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ് സ്ക്വയർ മാട്രിക്സ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ മാട്രിക്സും നിങ്ങൾക്ക് കിട്ടും. സ്ക്വയർ മാട്രിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയഗണൽ മാട്രിക്സ് മനസ്സിലാക്കാൻ സുഖമാണ്. അതിന് ശേഷം വരുന്നതാണ് സ്കേലാർ. അതിന് തൊട്ട് ബേക്കിലായിട്ട് വരുന്നതാണ് എന്ത്? ഐഡന്റിറ്റി. ഇതെല്ലാം കണക്റ്റഡ് ആണ് പരസ്പരം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, എ സ്കേലാർ മെട്രിക്സ് ഈസ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ് വെൻ കെ ഈസ് ഈക്വൽ ടു 1 അല്ലേ? ഒരു സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താകാം? ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആകാം. എപ്പോൾ? കെയുടെ വാല്യൂ 1 ആകുന്ന കേസിൽ അല്ലേ? ബട്ട് എവറി ഐഡന്റിറ്റി മെട്രിക്സ് ഈസ് ക്ലിയർലി എ സ്കേലാർ മെട്രിക്സ് അല്ലേ? അപ്പോൾ എന്താ പറയുക? ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എപ്പോഴും എന്താന്ന് പറയാം? നമുക്ക് ഒരു സ്കേലാർ മെട്രിക്സ് ആണ്. പക്ഷെ എല്ലാ സ്കേലാർ മെട്രിക്സും എന്തല്ല? ഐഡന്റിറ്റി മെട്രിക്സ് അല്ല. കെ എന്ന് പറഞ്ഞ വാല്യൂ 1 ആകുന്ന കേസ് വരുമ്പോൾ അതെന്തായി മാറുന്നുണ്ട്? ഐഡന്റിറ്റി മെട്രിക്സ് ആയി മാറുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെട്രിക്സ് ആണ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് എലമെന്റ്സ് ആർ സീറോ. അതായത് ഈ ഒരു മാട്രിക്സിലുള്ള എല്ലാ എലമെൻറ്റും എന്തായിരിക്കുക? സീറോ ആയിരിക്കുക. അതിപ്പോൾ ഏത് ഓർഡർ ആയിക്കോട്ടെ, എങ്ങനത്തെ മാട്രിക്സ് ആയിക്കോട്ടെ, അത് എല്ലാം എന്തായിരിക്കുക? സീറോ ആയിരിക്കുക. ഒരു സ്ക്വയർ മാട്രിക്സ് ആവണമെന്നുള്ള കൺസിഡറേഷൻ എന്തായാലും ഉണ്ട്. പക്ഷേ അതിലെ എലമെൻറ്റ്സ് മുഴുവൻ എന്തായാൽ മതി? സീറോ ആവുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാ എലമെൻറ്റും എന്തായിരിക്കുക? സീറോ ആയിരിക്കുന്ന കണ്ടീഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് മെട്രിക്സിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്കുള്ളത് കേട്ടോ. മെയിനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് 7 ടൈപ്സ് മെട്രിക്സ് ആണ്. അതിൽ ആദ്യത്തത് കോളം മെട്രിക്സ്, നെക്സ്റ്റ് റോ മെട്രിക്സ്, പിന്നെ സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, സീറോ മെട്രിക്സ്. ഇത്രയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്ന് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അത് ഈക്വൽ ആവുന്ന ഒരു കേസ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ 2 മെട്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഒരു ഈക്വാലിറ്റി ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ? ലീനിയർ ഇക്വേഷൻ ആകുമ്പോൾ ചില ലീനിയർ ഇക്വേഷന് നമുക്കറിയാം ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? മെട്രിക്സിൻ്റെ കേസിൽ അത് ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ടു മാട്രിക്സസ് എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് എ ഐ ജെ ആൻഡ് ബി ഈസ് ഈക്വൽ ടു മാട്രിക്സ് ബി ഐ ജെ ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ ഇങ്ങനെ വരുന്നു, ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ. സെക്കൻഡ് കണ്ടീഷൻ, ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദി corresponding element of B, that is Aij is equal to Bij for all I and J. പറയുന്നത് ഇങ്ങനെയാണ്, രണ്ട് മെട്രിക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞിട്ടും ബി എന്ന് പറഞ്ഞിട്ടും രണ്ട് മെട്രിക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ആകുന്ന കണ്ടീഷൻസ് രണ്ടെണ്ണാണുള്ളത്. ആദ്യത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ്, എന്തായിരിക്കണം, അതിൻ്റെ ഓർഡർ രണ്ടും എപ്പോഴും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഓർഡറും ബി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിൻ്റെ ഓർഡറും എന്താകുക, സെയിം ആയിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ 2 ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ ബീൻ്റെതും എന്താ ചെയ്യുക, 2 ആവുക. ഇനി എയുടേത് ഒരു 4 ആണെന്നുണ്ടെങ്കിൽ ബിയുടേതും എന്താകുക, 4 ആകുക. അതാണ് എന്തെന്ന് പറയുക ആ ഓർഡറിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഈച്ച് എലമെൻറ്റ്, അതായത് അതിലെ എല്ലാ എലമെൻറ്റും എന്തായിരിക്കുക, ഒരുപോലെ തന്നെ ആയിരിക്കുക. അതായത് A11ൻ്റെ വാല്യൂ തന്നെ എന്ത് ചെയ്യണം, ബിയുടെ A11നും വരണം. മനസ്സിലായോ? അതായത് A11 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ തന്നെ ബിയുടെ ഫസ്റ്റ് എലമെൻ്റ് ഏതാണോ B11 അല്ലേ, അതിനും വരിക എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ വഴിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അത് ക്ലിയർ ആകും. ഫോർ എക്സാമ്പിൾ, മെട്രിക്സ് 2301 ആൻഡ് 2301 ആർ ഈക്വൽ മെട്രിക്സ്, ബട്ട് matrix 3201 and matrix 2301 are not equal matrix. മനസ്സിലായോ? അതായത് മാട്രിക്സ് 2301 രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ, എ ആയിട്ടും ബി ആയിട്ടും. അത് രണ്ടും എന്താണ്, ഈക്വൽ ആണെന്ന് പറഞ്ഞു. കാരണം എന്താ, അതിൻ്റെ ഓർഡർ രണ്ടും ഒന്നായി അല്ലേ. രണ്ടിൻ്റെ കേസിൽ എന്താ ഓർഡർ വന്നത്, 2/2 തന്നെ. ഇനി അതുപോലെ എല്ലാ എലമെൻസിനും കറസ്പോണ്ടിങ് എലമെൻസ് തന്നെയാണ് അടുത്ത മെട്രിക്സിൻ്റെ കേസിലും വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയാൻ കഴിഞ്ഞു, രണ്ട് മെട്രിക്സും ഈക്വൽ ആണെന്നുള്ളത് അവിടെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ നെക്സ്റ്റ് ഒരു കണ്ടീഷൻ എടുത്തു, അതേ എലമെൻ്റ് ഒക്കെ തന്നെയാണ്, പക്ഷേ ഒരൊറ്റ എലമെൻറ്റിൻ്റെ കേസിൽ മാത്രം എന്ത് ചെയ്തു, ഒരു ചെറിയ ചേഞ്ച് വന്നു. അതായത് A11 എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ കേസിലും B11 എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ കേസിലും, അതുപോലെ തന്നെ A21 എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റിൻ്റെ കേസിലും B21 എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ കേസിലും എന്ത് ചെയ്തു, ചെറിയൊരു വ്യത്യാസം വരുത്തി നോക്കിയപ്പോൾ എന്ത് ചെയ്തു, അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്തു, വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. അതായത് അതെന്തായി മാറിയില്ല, ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അംഗീകരിക്കുന്നതായിട്ട് മാറിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈക്വാലിറ്റി ഓഫ് കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ, ഒന്നാമത്തത് എപ്പോഴും മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിരിക്കുക. അതുപോലെ തന്നെ എന്താണോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള എലമെൻറ്റ്സ് ഫസ്റ്റ് മെട്രിക്സിൽ, അതിൻ്റെ തന്നെ മിറർ ഇമേജ് ആയിരിക്കണം എന്തെന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റിൻ്റെ കേസിൽ മെട്രിക്സിൽ ഉള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള എന്തെന്ന് പറയുന്നത് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പ്രോപ്പർട്ടി കൂടെ അല്ലെങ്കിൽ വേറൊരു കണ്ടീഷനും കൂടെ ഇവിടെ പറയാൻ കഴിയും. അതായത് വാരിയബിൾസിൻ്റെയും നമ്മുടെ വാല്യൂസിൻ്റെയും കേസും കൂടി ഇവിടെ എന്ത് ചെയ്യാൻ പറയും, ഒരു കൺസിഡറേഷൻ നമുക്കിവിടെ കൊടുക്കാൻ കഴിയും. അതായത് അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇഫ് 2 മാട്രിക്സസ് എ ആൻഡ് ബി ആർ ഈക്വൽ വി റൈറ്റ് എ ഈസ് ഈക്വൽ ടു ബി അല്ലേ. ഇപ്പോൾ രണ്ട് എലമെൻറ്റ് അല്ലെങ്കിൽ രണ്ട് മാട്രിക്സ് എന്തോ ആയിക്കോട്ടെ, ആ രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എ ഈസ് ഈക്വൽ ടു ബി എന്ന് എടുക്കാമല്ലോ. അപ്പോൾ മാട്രിക്സിൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ രണ്ട് മാട്രിക്സ് നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ മാട്രിക്സ് എന്ന് പറയുന്നത് മാട്രിക്സ് XY സെറ്റ് A B C, ഇങ്ങനെ 6 എലമെൻ്റ് ഉള്ള ഒരു 3/2 ഓർഡറിലുള്ള മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ 3/2 ഓർഡറിലുള്ള ഒരു വേറെ മെട്രിക്സ് എടുത്തു, പക്ഷേ ഇവിടെ വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ വാല്യൂസ് ഇങ്ങനെയാണ് വരുന്നത്, മെട്രിക്സ് 1 0 2 3 ആൻഡ് 5√2. ഓക്കെ, ഈ രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ എന്തായി, 3/2 തന്നെയായല്ലോ. ഇനി എല്ലാ എലമെൻസിൻ്റെയും പ്ലേസിങ്ങും കറക്റ്റാണ്. അപ്പോൾ A B എന്ന് പറയുന്നതും രണ്ടും ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം, X ഈസ് ഈക്വൽ ടു 1, Y ഈസ് ഈക്വൽ ടു 0, Z ഈസ് ഈക്വൽ ടു 2, A ഈസ് ഈക്വൽ ടു 3, B ഈസ് ഈക്വൽ ടു 5 ആൻഡ് C ഈസ് ഈക്വൽ ടു √1. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, ഈ ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്നുള്ള കേസിൽ പറയാൻ കഴിയുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഫർദർ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബേസിൽ ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ആദ്യം നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു വന്നു അല്ലേ. എന്നതിന് ശേഷമാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റികൾ
കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് ഓരോരോ ടൈപ്സ് സ്ക്വയർ മാട്രിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഈക്വാലിറ്റി ഓഫ് മാട്രിക്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. ഇനി അതിൻ്റെ ബാക്കിയുള്ളത് അതിൻ്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, 2 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിലായിട്ട് ചെയ്തു പോകാനുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എക്സാമ്പിൾ നമ്പർ 4ൽ ഇഫ് മാട്രിക്സ് എക്സ് പ്ലസ് 3 സെറ്റ് പ്ലസ് 4 2y മൈനസ് 7 മൈനസ് 6 a മൈനസ് 1 0 b മൈനസ് 3 മൈനസ് 21 0 ഈസ് ഈക്വൽ ടു മാട്രിക്സ് 0 6 3y മൈനസ് 2 minus 6 minus 3 2c plus 2 2b plus 4 minus 21 and 0. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നു, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി സി എക്സ് വൈ ആൻഡ് സെറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? 2 മാട്രിക്സ് തന്നിട്ടുണ്ട്. രണ്ടും ഓരോരോ ഈ ലീനിയർ ഇക്വേഷൻസിൻ്റെ റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് തന്നെയാണ് ഇവിടെ എലമെൻറ്റ്സ് ആയിട്ട് എൻട്രീസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനാണ് യഥാർത്ഥത്തിൽ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്തിവിടെ അറിയാം? ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം 2 മാട്രിക്സും ഈക്വൽ ആണെന്നുള്ളത്. കാരണം എന്താ, എൻട്രീസ് നോക്കുമ്പോൾ തന്നെ 2 മാട്രിക്സും ഒരു 3x3 മാട്രിക്സ് ആണെന്നുള്ളത് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പ്രകാരം നമുക്ക് എന്ത് ചെയ്താം, ഈ ഓരോരോ എലമെൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻസിനെ എടുത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ എക്സ് പ്ലസ് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഇത് 0 എന്ന് പറയുന്നത്. അതുപോലെ സെറ്റ് പ്ലസ് 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഇത് 6, 2y മൈനസ് 7ന് 3y മൈനസ് 2. അങ്ങനെ ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈക്വൽ എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അനദർ മാട്രിക്സിൽ. അപ്പോൾ അതിന് എഴുതി വരുമ്പോൾ ഇപ്പോൾ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കേണ്ട മാട്രിക്സുകളാണല്ലോ എടുക്കാനുള്ളത്. അപ്പോൾ അത് പ്രകാരം നമ്മളൊന്ന് എഴുതി നോക്കുകയാണ്. എഴുതുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ആദ്യം നമ്മൾ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാൻ കഴിയും. അവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എക്സ് എന്താ കിട്ടുക? എക്സ് ഈസ് ഈക്വൽ ടു -3. അതുപോലെ സെറ്റ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അവിടെ നിന്ന് സെഡിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 6 മൈനസ് 4 വരുമ്പോൾ 2 എന്നുള്ള വാല്യൂ കിട്ടും. സെഡ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടി. ഇനി 2y മൈനസ് 7 ഈസ് ഈക്വൽ ടു 3y മൈനസ് 2. അപ്പോൾ അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്ത്? y ഈസ് ഈക്വൽ ടു -5 എന്നുള്ള കേസ്. നെക്സ്റ്റ് കേസ് ഏതാ ഡിസ്കസ് ചെയ്യാനുള്ളത്? a മൈനസ് 1 ഈസ് ഈക്വൽ ടു -3. ഇവിടെ എന്ത് കിട്ടും? a ഈസ് ഈക്വൽ ടു -2 എന്നുള്ള വാല്യൂ കിട്ടും. അതുപോലെ 2c പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 വേർ c എന്തായിരിക്കണം? അപ്പോൾ c ഈസ് ഈക്വൽ ടു നമ്മൾ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ -1 എന്നുള്ളത്. c ഈസ് ഈക്വൽ ടു -1 എന്നുള്ള വാല്യൂ നമുക്കപ്പോൾ കിട്ടി. ഇനി ലാസ്റ്റ് നമുക്ക് ഒരൊറ്റ വാല്യൂ കൂടി കണ്ടുപിടിക്കാനുള്ളൂ. ഏതാണ്? ബിയുടെ വാല്യൂ. അപ്പോൾ ഏതാണുള്ളത്? b മൈനസ് 3 ഈസ് ഈക്വൽ ടു 2b പ്ലസ് 4. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തും കിട്ടി? ബിയുടെ വാല്യൂ കിട്ടി. ബിയുടെ വാല്യൂ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? -7. അപ്പോൾ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വേരിയബിൾസിൻ്റെ വാല്യൂയും ഈ ഈക്വാലിറ്റി ഓഫ് മാട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഏതൊക്കെയാണ് വാല്യൂ? എക്സ് ഈസ് ഈക്വൽ ടു -3, സെഡ് ഈസ് ഈക്വൽ ടു 2, y ഈസ് ഈക്വൽ ടു -5, a ഈസ് ഈക്വൽ ടു -2, c ഈസ് ഈക്വൽ ടു -1 ആൻഡ് b ഈസ് ഈക്വൽ ടു -7. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈക്വാലിറ്റി ഓഫ് മാട്രിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ? ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഈക്വാലിറ്റി ഓഫ് മാട്രിക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടീഷനായിട്ട് ഇരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? മറിച്ച് നമ്മളൊരു ലീനിയർ ഇക്വേഷൻ്റെ കേസിൽ അതിനെന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. എലിമിനേഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. അത്രയൊന്നും കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്തു? ഡയറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി എക്സാമ്പിൾ നമ്പർ 5 എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഇതുപോലെ തന്നെയാണ്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി സി ആൻഡ് ഡി ഫ്രം ദ ഫോളോവിങ് ഇക്വേഷൻ. ഇങ്ങനെയാണ് വന്നിട്ടുള്ള മെട്രിക്സ് 2a പ്ലസ് ബി എ മൈനസ് 2b 5c മൈനസ് ഡി 4c പ്ലസ് 3d ഈസ് ഈക്വൽ ടു മാട്രിക്സ് 4 -3 11 24. ഇവിടെ നമുക്കതുപോലെ തന്നെ ചെയ്യാലോ. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ, ഒരു സാധ്യത കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? 2 എലമെൻറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? എലമെൻറ്റ്സ് സെയിമാണ്. ഒന്ന് നോക്കൂ. ആദ്യത്തെ റോയിലുള്ള 2 എലമെൻറ്റിൻ്റെയും കോഎഫിഷ്യൻസ്
വാരിയബിൾസ് എന്താകുന്നുണ്ട്, ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് റോയിലുള്ള 2 എലമെൻസിൻ്റെയും എന്തുണ്ട്, വാരിയബിൾസിൻ്റെ സിമിലാരിറ്റീസ് ഉണ്ട് ആണല്ലോ. അപ്പം നമുക്ക് അതിനെ ഒന്ന് ബേസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യത്തെ റോയിലുള്ള 2 എലമെൻറ്റിനെയും നമ്മൾ ഒരു കാറ്റഗറി ആയിട്ട് എടുക്കുന്നു, രണ്ടാമത്തെ റോയിലുള്ള 2 എലമെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാറ്റഗറി ആയിട്ടും എടുക്കുന്നു. സിംപ്ലിഫൈ ചെയ്യാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, ആദ്യത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് 2a + b = 4, അതുപോലെ തന്നെ a - 2b = 3 എന്നെടുത്തു ഫസ്റ്റ് സെറ്റാക്കിയിട്ട്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് എങ്ങനെ എടുക്കാം, 5c - d = 11, 4c - 3d = 24. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തൊക്കെയായിരിക്കും, a = 1, b = 2, c = 3 ആൻഡ് d = 4. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എലിമിനേഷൻ മെത്തേഡാണ്. അത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ മൈൻഡ് കാൽക്കുലേഷനിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈക്വാലിറ്റി ഓഫ് മാട്രിക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള 2 ക്വസ്റ്റ്യൻസ്. 2 സിമ്പിൾ അല്ലേ? ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ലേ? എന്ത് ചെയ്താൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ മൈൻഡ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഏതൊരാൾക്കും ഇത് കിട്ടുന്ന ഒരു ഏരിയയാണ്. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് തന്നെ ചോദിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഈ ഒരു ചാപ്റ്റർ പഠിച്ചാലേ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാൻ കഴിയുള്ളൂ. കാരണം ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയാസ് ഉള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സ് തുടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കുകളാണ്. അതൊക്കെ നമുക്ക് വഴിയെ എടുത്തു വരാം കേട്ടോ.